ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് മൺഡേ ഗൈഡൻസ് ആണ്, അതായത് April 28 എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾ ഫസ്റ്റ് പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള എനർജീസ് എന്താണ്. ഫസ്റ്റ് നമ്മൾ ഗൈഡൻസ് ആണ് നോക്കുന്നത്. ഇന്നത്തെ മൺഡേ ഗൈഡൻസ് എന്താണ് പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക്? താങ്ക് യു. അക്വാമറൈൻ ആണ്. ഗോ വിത്ത് ദ ഫ്ലോ. ഒഴുക്കിനൊത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക, അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ബാക്കിൽ അയോലൈറ്റ് വന്നിട്ടുണ്ട്. ഷിഫ്റ്റ് യുവർ മണി മൈൻഡ് സെറ്റ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വിക്ടിം മെൻറ്റാലിറ്റി, ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട്, ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി ഡിഫെൻസീവ് എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും എതിർക്കുക, ചേഞ്ചസ് മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനത്തെ എനർജീസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ശ്രദ്ധ ഇന്നത്തെ ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ, ആ ഒരു എനർജിയായിട്ടും കണക്ട് ചെയ്തിട്ട് കുറച്ചൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. നെക്സ്റ്റ് ഇന്നത്തെ ഓവറോൾ എനർജീസ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 1 Ace of Wands, Knight of Swords, 8 of Wands എനർജി. അതുപോലെ തന്നെ ഇവിടെ 7 of Swords എനർജിയും വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് Ace of Wandsൽ ഓവറോൾ ഈ ഒരു ദിവസം ഒത്തിരി എഗെയിൻ ആ ഒരു പാഷൻ, നേരത്തെ പറഞ്ഞ ആ ഒരു പാഷനാണ് കാണുന്നത്. ഒത്തിരി പാഷനായിട്ട് കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ന്യൂ ഇൻഫർമേഷൻ, ന്യൂ എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മൂണിൽ വന്നിട്ട് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള എനർജിയാണ്. ഒത്തിരി ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതായിട്ട്, ഒത്തിരി മെസ്സേജസ്, ഡൗൺലോഡ്സ് നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹിഡൻ ആയിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും, അതിൻ്റെ സത്യം, ട്രൂത്ത് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം ഒത്തിരി എനർജി, ഒത്തിരി പാഷൻ്റെ എനർജി, കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ്. അതൊക്കെയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുക. കുറച്ച് പേർക്ക് ദീർഘവീക്ഷണം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ചും കൂടെ കാര്യങ്ങളുടെ ബിഗർ പിക്ചർ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടിലെല്ലാം കുറച്ചൊരു ഷിഫ്റ്റ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സ്പോർട്സ്, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗോൾസ് എന്താണോ, നിങ്ങളുടെ എവിടെയാണോ ഫോക്കസ് കൊടുക്കേണ്ടത്, അറ്റൻഷൻ കൊടുക്കേണ്ടത്, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ആ ഒരു എനർജിയിൽ ഫോക്കസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ടൈം ആയിരിക്കും, സമയം നന്നായിട്ട് വിനിയോഗിക്കാനായിട്ടും ശ്രമിക്കുക, അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 8 of Wandsൽ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഫാസ്റ്റായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ്, എന്തെങ്കിലും എനർജീസിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. കുറച്ച് പേർക്ക് നൈറ്റ് ടൈം ഒത്തിരി പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവലിൻ്റെ എനർജിയാണ്. ഓക്കെ, ലേറ്റ് നൈറ്റിൽ എന്തെങ്കിലുമൊക്കെ ട്രാവൽ എനർജി, എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഇവിടെ സണ്ണിലും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ എനർജി, എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് വരുന്നുണ്ടാകാം.
പഠന വിഷയങ്ങളിൽ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കും കുറച്ചൊരു പോസിറ്റീവ് എനർജിയാണ്. ന്യൂ ഇൻഫർമേഷൻ, ന്യൂ എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ന്യൂ പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട്, കുറച്ച് പേർക്ക് ന്യൂ കരിയറിലായിരിക്കാം, അതിലോട്ടെല്ലാം നിങ്ങളുടെ ഫോക്കസ്, അറ്റൻഷൻ കൊടുക്കുന്നതായിട്ടും കുറച്ച് പേര് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മാനിഫെസ്റ്റേഷൻ്റെ എനർജിയും കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മൺഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ എനർജി എന്താണെന്ന്. ഫസ്റ്റ് നിങ്ങളുടെ ഗൈഡൻസ് നോക്കാം. മൺഡേയുടെ ഗൈഡൻസ് എന്താണ്? പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് പൈൽ നമ്പർ 2യുടെ എനർജി. താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിട്ട് മേക്ക് എ ഡിസിഷനാണ്. ഇന്നത്തെ ദിവസം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, ഡിസിഷൻസ്, ചോയ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ബാക്കിൽ സ്റ്റേ പോസിറ്റീവാണ്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് സ്റ്റേ പോസിറ്റീവ് വന്നിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ എനർജി ആയിരിക്കാം, പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം, നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും നിങ്ങളോട് പറയുന്നത് ലൈഫിൻ്റെ പോസിറ്റീവ് സൈഡിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ സ്നേഹം, കമ്പാഷൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ സ്നേഹത്തിന്, കമ്പാഷന് കുറച്ചും കൂടെ പരിഗണന കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ലാപ്പിസ് ലസൂലി മേക്ക് എ ഡിസിഷനാണ് പറയുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട ഒരു ആവശ്യവുമുണ്ട് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ടും ശ്രമിക്കാം. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ ഓവറോൾ എനർജി നോക്കാം. ടാരോട്ട് കാർഡ്സ് നോക്കാം. പൈൽ നമ്പർ 2യുടെ താങ്ക് യു. ഇവിടെ 5 ഓഫ് വോൺസിൻ്റെ എനർജി വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി കോമ്പറ്റീഷൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പവർ സ്ട്രഗിൾ ആയിരിക്കാം. കുറച്ച് പേർക്ക് തൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ തൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട്, കറക്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് പേർക്ക് ഫെയിലിയർ, തോൽവിയെക്കുറിച്ചിട്ടുള്ള ഒരു പേടിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങളെ ഒത്തിരി പേടിപ്പെടുത്തുന്നതായിട്ട്, ഒത്തിരി നെഗറ്റീവ് ഇമോഷനിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ പ്ലാനിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, കുറച്ചും കൂടെ സ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈറ്റ് ഷൈൻ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. പൈൽ നമ്പർ 2 ഹയറോഫന്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ സ്നേഹം, കമ്പാഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഹോപ്പ്, പ്രത്യാശ കൈവിടാതിരിക്കുക. കുറച്ച് പേർക്ക് ഹയർ ലേണിംഗ്, ഫിലോസഫി ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം, എഡ്യൂക്കേഷനായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധ, ഫോക്കസ് കൊടുക്കുന്നതും ഒത്തിരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഈ ഒരു ദിവസം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെൻറ്റ്. ഇവിടെ വന്നിട്ട് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്ന് കഴിയുമ്പോൾ, നിങ്ങളുടെ ബാലൻസ് വീണ്ടെടുക്കാനായിട്ട് സാധിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസ്, ജഡ്ജ്മെൻറ്റ് എനർജീസ് ആയിരിക്കാം, നിങ്ങളെക്കുറിച്ചിട്ട്, മറ്റുള്ളവരെ കുറിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എനർജീസിലിരിക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ട്, അത് നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള അബണ്ടൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ആയിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹയറോഫന്റിൽ വന്നിട്ട് കുറച്ച് പേരെ യൂണിവേഴ്സ് ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട്, ആ ഒരു ചേഞ്ച്, ആ ഒരു എനർജി കുറച്ച് പേർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ ഒരു റെസിസ്റ്റൻസിൻ്റെ എനർജി കുറച്ച് പേരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അത് ബാലൻസിൽ കൊണ്ടുവരാനായിട്ടും ഇവിടെ പറഞ്ഞ എനർജീസ് നിങ്ങൾ ഫോളോ ചെയ്യുക. കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. ലൈഫ് ഒത്തിരി സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. കുറച്ചും കൂടെ ഹാപ്പിനെസ്, സന്തോഷത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഇവിടെ ബാക്കിൽ വന്നിട്ട് ദ വീലിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക്
എഗെയിൻ ബാലൻസ് ആണ് കാണുന്നത്. പല സിറ്റുവേഷൻസ് ഉണ്ടാകാം, അപ്പോൾ അത് ഈക്വലി ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് റിഫ്ലക്ഷൻ്റെ എനർജി കൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി, ഹോം, കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിലായിരിക്കും. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാനായിട്ട്, ഒരു ക്ലോഷർ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി പാഷൻ, ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഒത്തിരി ഓപ്ഷൻസ്, ഒത്തിരി എനർജീസ് കുറച്ച് പേരുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. അപ്പോൾ അതിൽ നിന്നെല്ലാം കറക്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്യുക. അഗെയിൻ ഡിസിഷൻ കറക്റ്റായിട്ടുള്ള, നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഡിസിഷൻസ്, എനർജീസ് ചൂസ് ചെയ്യുക. അതിൽ കുറച്ചൊരു ഫോക്കസ്, അറ്റൻഷൻ ഈ ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ എനർജീസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.